കോഴിക്കോട് മഹാരാജാവായ സാമൂതിരിയും പോർട്ടുഗീസുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏറെ ചരിത്ര പ്രസിദ്ധവും ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയാനാവാത്തതുമായ ഒരു അധ്യായമാണ്. കേരളത്തിലെ പ്രകൃതി വിഭവങ്ങളിൽ കണ്ണുവെച്ചിരുന്ന പോർട്ടുഗീസുകാർ കോഴിക്കോടുമായിട്ട് അത്ര രസത്തിലല്ലാതിരുന്ന കൊച്ചി രാജ്യവുമായിട്ട് അടുത്തു. എന്നാൽ കൊച്ചിയാവട്ടെ തങ്ങളുടെ നിത്യശത്രുവായ ബന്ധശത്രുവായ സാമൂതിരിക്കെതിരെ വേണ്ടി വന്നാൽ പോർച്ചുഗീസുകാരെ തിരിച്ചുവിടാം എന്നൊരു തന്ത്രപൂർവ്വമായിട്ടുള്ളൊരു നിലപാടോടുകൂടി പോർട്ടുഗീസുകാർക്ക് വേണ്ട സഹായങ്ങൾ നൽകി കൊടുക്കുകയും അവരുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അതിലും തന്ത്രശാലിയായ കോഴിക്കോട് സാമൂതിരി പോർട്ടുഗീസുകാരുടെ മനസ്സിലിരിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു സ്വതന്ത്ര സംരക്ഷകൻ എന്ന നിലയിൽ സാമൂതിരി പോർട്ടുഗീസുകാർക്കെതിരെ കടുത്ത നിലപാടെടുത്തു. ഈ ഒരു വിഷയത്തിൽ കോഴിക്കോട് സാമൂതിരിയുടെ വലങ്കയായിട്ട് പ്രവർത്തിച്ചിരുന്നത് നാവിക സൈന്യാധിപരായിട്ടുള്ള കുഞ്ഞാലി മരയ്ക്കരായിരുന്നു. കുഞ്ഞാലി മരയ്ക്കരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ സൈന്യം അറബിക്കടലിൽ പോർട്ടുഗീസുകാർക്ക് വലിയൊരു തലവേദനയായി മാറിയിരുന്നു. ഒരു വിദേശ ശക്തിയോട് കനത്ത പ്രതിരോധം സൃഷ്ടിച്ച് നിന്ന കുഞ്ഞാലി മരയ്ക്കരുടെ ധീരതയും സാഹസികതയും ഒക്കെ ആ ഒരു കാലഘട്ടത്തെ പ്രകാശമാക്കിയിരുന്നു. ചരിത്രം അതെന്നും ഓർത്തു വയ്ക്കുകയും ചെയ്തിരുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അതായത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വിദേശ ശക്തിയുമായിട്ട് കൂട്ടിച്ചേർന്ന് കൊച്ചി കോഴിക്കോട് സാമൂതിരിയോട് ഏറ്റുമുട്ടി. അങ്ങനെ കൊച്ചിയും കോഴിക്കോടും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നു. ഈ ഒരു സാഹചര്യത്തിൽ മറ്റു നാട്ടുരാജാക്കന്മാർ രണ്ട് ഭാഗത്തുമായിട്ട് പക്ഷം ചേർന്ന് നിന്നു. കുറച്ച് പേര് കോഴിക്കോട് സാമൂതിരിക്കൊപ്പം നിന്നു, കുറച്ച് പേര് കൊച്ചിക്കൊപ്പം ചേർന്ന് നിന്നു. ഇത്തരത്തിൽ പലപ്പോഴായിട്ടുണ്ടായ യുദ്ധങ്ങളിൽ രണ്ടു ഭാഗത്തും ജയപരാജയങ്ങളൊക്കെ മാറി മാറി വന്നു. ആധുനിക യുദ്ധോപകരണങ്ങളുള്ള, അതായത് തോക്ക്, പീരങ്കി പോലുള്ള ആധുനികമായിട്ടുള്ള യുദ്ധോപകരണങ്ങളുള്ള പോർട്ടുഗീസുകാരുടെ അതേ കാലമൊന്നും യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ സാമൂതിരിക്കായില്ല. ക്രമേണ സാമൂതിരിയുടെ സൈന്യത്തിൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. എങ്കിലും പോർട്ടുഗീസുകാർക്ക് അവർ വിചാരിച്ച പോലത്തെ ഒരു രാഷ്ട്രീയാധിപത്യം നേടാനൊന്നുമായില്ല. അതുമാത്രമല്ല, നിലവിൽ അവർക്ക് കച്ചവട രംഗത്തുണ്ടായിരുന്ന മേൽക്കോയ്മയും നഷ്ടമായി. ഇതിന് പ്രധാന കാരണം പോർട്ടുഗീസുകാരുടെ നിത്യശത്രുവായ ഡച്ചുകാർ യുദ്ധസന്നാഹങ്ങളുമായിട്ട് പുറംകടലിൽ എത്തിയതായിരുന്നു ഇതിനുള്ളൊരു പ്രധാന കാരണം എന്ന് വേണമെങ്കിൽ പറയാം. 6 യുദ്ധത്തിൽ പോർട്ടുഗീസുകാർ തോറ്റു. പോർട്ടുഗീസുകാരുടെ കൈവശമുള്ള കോഴിക്കോട് തുറമുഖവും കണ്ണൂർ തുറമുഖവും ഒക്കെ ഡച്ചുകാർ പിടിച്ചെടുത്തു. അങ്ങനെ 1663 പോർട്ടുഗീസുകാർ കേരളം വിട്ടു ഗോവയിലേക്ക് മടങ്ങി. അങ്ങനെ 1.5 നൂറ്റാണ്ട് കാലത്തെ കേരളവുമായിട്ടുണ്ടായിരുന്ന പോർട്ടുഗീസ് ബന്ധം എന്നേക്കുമായിട്ട് അവസാനിച്ചു.